അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം വീണ് തകർന്ന ദാരുണമായ സംഭവം സാധാരണ വിലയിരുത്തലുകൾക്കും അപ്പുറമുള്ള സങ്കീർണതകൾ നിറഞ്ഞതാണെന്ന സൂചനയാണ് അപകടം നടന്ന് ഒരു ദിവസം പിന്നിടുമ്പോൾ ബാക്കിയാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകൻ ജേക്കബ് കെ ഫിലിപ്പ് ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ പരിശോധിച്ചാൽ അപകട ദിവസം തന്നെ പുറത്തിറങ്ങിയ CCTV ക്യാമറ ദൃശ്യങ്ങളിൽ ദുരന്തത്തിലേക്ക് താഴുന്ന നിമിഷങ്ങളിൽ വിമാനത്തിന്റെ ചിറകുകൾക്ക് പിന്നിലുള്ള ചലിപ്പിക്കുന്ന ഭാഗങ്ങളായ ഫ്ലാപ്പുകൾ നേരെ തന്നെ ഇരിക്കുന്നതും വിമാനത്തിന്റെ ചക്രങ്ങൾ ആ 600 അടി പൊക്കത്തിലും ഉള്ളിലേക്ക് വലിക്കാതെ കാണപ്പെടുന്നതും അപകടത്തിന്റെ സ്വഭാവവും കാരണവും എന്തായിരിക്കുമെന്നതിനെ പറ്റിയുള്ള ഏറെ വിലയിരുത്തലുകൾക്ക് കാരണമായിരുന്നു. വിമാനം റൺവേയിൽ നിന്ന് പറന്നുയരുമ്പോഴും ഉയർന്നു കഴിഞ്ഞ് ഏകദേശം 1000 അടി എത്തുവോളം ചിറകിനടിയിൽ നിന്ന് മുകളിലേക്ക് വായുവിന്റെ തള്ളൽ കൂടുതൽ ഉണ്ടാകാനും അങ്ങനെ ഉയരാൻ സഹായിക്കുന്നതിനായി താഴേക്ക് മടക്കി വെക്കുന്ന ഫ്ലാപ്പുകൾ 600 അടി പൊക്കത്തിലും നിവർന്നു കാണപ്പെട്ടത് അസ്വാഭാവികമായിരുന്നു. മുകളിലേക്ക് പറന്നു കയറുന്ന നേരം എത്രയും കൂടുതൽ ലിഫ്റ്റ് ആവശ്യമുള്ളപ്പോൾ ഫ്ലാപ്പുകൾ നേരെയാക്കുന്നതിലെ അതേ അപാകം തന്നെയാണ് മുകളിലേക്ക് ഉയർത്താത്ത ചക്രങ്ങളിലും കണ്ടത്. 200-500 അടി എത്തുമ്പോഴേക്കും ചക്രങ്ങൾ വലിച്ച് അകത്തേക്ക് കയറ്റുന്നത് വിമാനത്തിന്റെ മുന്നോട്ടുള്ള ഗതിക്ക് വായു പ്രതിരോധം ഉണ്ടാകുന്നത് കുറയ്ക്കാനാണ്. ലിഫ്റ്റ് കുറയുകയും ഒപ്പം ഡ്രാഗ് വർദ്ധിക്കുകയും ചെയ്യുകയെന്നാൽ അതിനോടകം എന്തെങ്കിലും അപകടാവസ്ഥയിലായിരിക്കുന്ന വിമാനത്തെ ആപത്തിലേക്ക് തള്ളി വീഴ്ത്തുന്നതിന് തുല്യമാണ്. 600 അടി പൊക്കത്തിൽ നിന്ന് മുകളിലേക്ക് കയറാൻ പാടുപെടുന്നത് പോലെ തോന്നിപ്പിച്ച വിമാനം കുറേ നിമിഷങ്ങൾക്കകം മൂക്ക് മുകളിലേക്ക് ഉയർത്തുകയും മിക്കവാറും അപ്പോൾ തന്നെ താഴേക്ക് പതിക്കുകയും ചെയ്യുകയായിരുന്നു. നേരത്തെ തന്നെ ലിഫ്റ്റ് കുറഞ്ഞ വിമാനം താഴേക്ക് വീഴുമോ എന്ന ആശങ്കയിൽ മൂക്ക് മുകളിലേക്ക് ഉയർത്തുന്നത് വായുപ്രവാഹം ചിറകിന്റെ ഉപരിതലത്തിൽ നിന്ന് വേറിട്ട് പോകാനും അങ്ങനെ ലിഫ്റ്റ് കൂടുതൽ കുറയാനും വിമാനം നിശ്ചലമായി, അതായത് സ്റ്റാൾ ചെയ്യുക എന്ന് സാങ്കേതിക ഭാഷയിൽ പറയും, കല്ലിട്ട പോലെ താഴേക്ക് പതിക്കാനും ഇടയാക്കുമെന്ന എയറോഡൈനാമിക്സ് പാഠം അത്തരം ഘട്ടങ്ങളിൽ പൈലറ്റുമാർ ഓർക്കണമെന്നില്ല. എന്നാൽ അപ്പോഴും ആ 600 അടി പൊക്കത്തിൽ വിമാനം എങ്ങനെ മുകളിലേക്ക് കയറാനുള്ള ത്രാണിയില്ലാതെ പണിപ്പെട്ട് നിന്നു എന്ന ചോദ്യത്തിന് ഉത്തരമായിരുന്നില്ല. എഞ്ചിനുകൾ നിലച്ചോ എന്ന ചോദ്യത്തിന് നോ ത്രസ്റ്റ് പ്ലെയിൻ നോട്ട് ടേക്കിംഗ് ലിഫ്റ്റ് എന്നൊരു വാക്യം മേഡേ അപകട സന്ദേശത്തോടൊപ്പം പൈലറ്റ് അയച്ചിരുന്നു എന്നതിനാൽ എഞ്ചിനുകൾ ഏതോ കാരണത്താൽ നിശ്ചലമായിരുന്നു എന്നൊരു ഊഹമാണ് പിന്നീടുണ്ടായത്. അത് പക്ഷി ഇടിച്ചു കയറിയിട്ടാവാം, ഇന്ധനം നൽകുന്ന പൈപ്പുകളിൽ തടസ്സമുണ്ടായതാവാം, അതുമല്ലെങ്കിൽ ഇന്ധനത്തിന് തന്നെ എന്തെങ്കിലും മായമോ കലർപ്പോ ഉണ്ടായിരുന്നതാവാം. എന്തായാലും 2 എഞ്ചിനുകളിലും ഒരേ സമയം പക്ഷി ഇടിച്ചു കയറാനുള്ള സാധ്യത വളരെ കുറവായതിനാലും ആ സമയം പക്ഷിക്കൂട്ടങ്ങളൊന്നും അവിടെയൊന്നും കാണാതിരുന്നതിനാലും ആ സംശയം മിക്കവാറും തള്ളിക്കളയേണ്ടി വന്നു. ഇതേ ഇന്ധനം കയറ്റിപ്പോയ മറ്റു വിമാനങ്ങൾക്കൊന്നും കുഴപ്പമുണ്ടാകാതിരുന്നത് ഇന്ധനക്കുഴപ്പമെന്ന വാദത്തിനും കഴമ്പില്ലാതാക്കി. എഞ്ചിനിലേക്കുള്ള ഇന്ധനത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ട് എഞ്ചിൻ നിന്നതാണോ എന്ന സാധ്യത ചർച്ച ചെയ്യുമ്പോഴാണ് ഈ സാധ്യതകളിലൊന്നും പെടാതിരുന്ന ആ ശബ്ദം ശ്രദ്ധയിൽപ്പെടുന്നത്. അപകട ദിവസം തന്നെ പുറത്തിറങ്ങിയ CCTV വീഡിയോയിലെ ആദ്യം ശ്രദ്ധിക്കാതെ പോയ ആ മൂളൽ ശബ്ദം റാറ്റിൻ്റേതാണ് എന്ന് വ്യക്തമായതോടെ അപകടത്തെ പറ്റിയുള്ള അതേവരെയുള്ള ധാരണകളാകെ മാറി മറിയുകയായിരുന്നു. വിമാനത്തിലെ എല്ലാ വൈദ്യുതി സ്രോതസ്സുകളും പ്രവർത്തിക്കാതാകുമ്പോൾ ആസന്നമായ അത്യാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പൈലറ്റിനെ സഹായിക്കാൻ സ്വയം പ്രവർത്തിച്ചു തുടങ്ങുന്ന ഒരു ചെറു വൈദ്യുതി ജനറേറ്ററാണ് റാറ്റ്. വിമാനം മുന്നോട്ട് കുതിക്കുമ്പോൾ വിമാനത്തിനെതിരെ വരുന്ന വായുവിന്റെ പ്രവാഹം ചലിപ്പിക്കുന്ന ടർബൈനുകൾ കറങ്ങിയാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഇങ്ങനെ റാറ്റ് പ്രവർത്തിച്ചു തുടങ്ങണമെങ്കിൽ ഒന്നാമതായി വിമാനത്തിന്റെ എഞ്ചിനിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്റഗ്രേറ്റഡ് ഡ്രൈവ് ജനറേറ്റർ എന്ന IDG എന്ന ഭീമൻ ജനറേറ്ററുകൾ നിശ്ചലമായിരിക്കണം. അടുത്തതായി IDG അനങ്ങാതായാൽ വൈദ്യുതി ഉൽപ്പാദന ചുമതല ഏറ്റെടുക്കേണ്ട ഓക്സിലിയറി പവർ യൂണിറ്റ് എന്ന ചെറു ജനറേറ്ററും പ്രവർത്തനരഹിതമാകണം. കൂടാതെ APU കേടായാലും വൈദ്യുതി നൽകേണ്ട ലിഥിയം ബാറ്ററികളും പ്രവർത്തിക്കാതെയാവണം. അതായത് ഒന്ന് പോയാൽ മറ്റൊന്ന് എന്ന മട്ടിൽ ഒരു ചങ്ങല പോലെ പ്രവർത്തിക്കേണ്ട വൈദ്യുതി ഉൽപ്പാദന സംവിധാനങ്ങളെല്ലാം അനക്കമറ്റു എന്ന അവസ്ഥ വരുമ്പോൾ മാത്രമാണ് വിമാനം സ്വയം റാറ്റിനെ രംഗത്തിറക്കുക. കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യ പോലെയുള്ള വിമാനങ്ങളിലും ഡ്രീം ലൈനറുകളിലും മാത്രമാണ് പൈലറ്റിനെ കാത്തു നിൽക്കാതെ റാറ്റ് സ്വയം ഓണാകുന്നത്. പൈലറ്റിന് ഓൺ ആക്കാനുള്ള സംവിധാനവും ഇതിനില്ല. വൈദ്യുതി ഉൽപ്പാദന സംവിധാനം എന്തെങ്കിലും പ്രവർത്തിച്ചേ മതിയാകൂ എന്ന അവസ്ഥ ഈ വിമാനത്തിനുള്ളത് അതിൻ്റെ രൂപകൽപ്പനയുടെയും നിർമ്മാണത്തിൻ്റെയും പ്രത്യേകത കൊണ്ടുകൂടിയാണ്. മറ്റു വിമാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി
വിമാനച്ചിറകുകളിലും വാലിലുമുള്ള ചലിപ്പിക്കുന്ന ഭാഗങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ഇവിടെ ഹൈഡ്രോളിക് സംവിധാനമല്ല, വൈദ്യുതിയാണ്. വീലുകൾ മുകളിലേക്ക് കയറാൻ മാത്രമാണ് ഓയിൽ മർദ്ദം കൊണ്ട് പ്രവർത്തിക്കുന്ന ഹൈഡ്രോളിക് ലിവറുകൾ ഉള്ളത്. എഞ്ചിന്റെ ശക്തി ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി തന്നെയാണ് വിമാനത്തെ മൊത്തം നിയന്ത്രിക്കുന്ന കമ്പ്യൂട്ടറുകൾക്കും ജീവൻ കൊടുക്കുന്നത്. കൂടാതെ വിമാനത്തിനുള്ളിൽ നമ്മൾ കാണുന്ന എല്ലാ ഉപകരണങ്ങളും സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നതും ഇതേ വൈദ്യുതി കൊണ്ട് തന്നെ. അപ്പോൾ ഈ അപകടത്തിൽ എഞ്ചിൻ നിലച്ചതാണ് ഈ വൈദ്യുതിയെല്ലാം നിലയ്ക്കാൻ കാരണമെന്ന് തീരുമാനിക്കാനാകാമോ എന്ന ചോദ്യത്തിന് അല്ല എന്നതാണ് ഉത്തരം. എഞ്ചിൻ പൂർണ്ണ തോതിൽ പ്രവർത്തിക്കുകയും അതേസമയം നേരത്തെ പറഞ്ഞ IDG ജനറേറ്ററുകളുമായുള്ള ബന്ധം വിടുകയും ചെയ്യുന്ന തകരാറുണ്ടാവാം. അപ്പോഴാണ് കുറേയൊക്കെ വൈദ്യുതി ഉപകരണങ്ങളും സംവിധാനങ്ങളും കുറെ നേരത്തേക്ക് പ്രവർത്തിപ്പിക്കേണ്ട APU എന്ന വാലറ്റത്തുള്ള ജനറേറ്റർ ഉണരേണ്ടത്. എന്നാൽ അതിനെ ഉണർത്തുന്ന ബാറ്ററിക്ക് എന്തെങ്കിലും തകരാറുണ്ടായിട്ടുണ്ടെങ്കിൽ പൈലറ്റുമാർക്ക് മുന്നിൽ ആ സാധ്യതയും അടയും. പിന്നെയുള്ളത് ലിഥിയം ബാറ്ററികളുടെ ഒരു സെറ്റാണ്. ഇവിടെ അതും പ്രവർത്തിക്കാതെ ഇരുന്നതിനാലാണ് റാറ്റ് സ്വയം പ്രവർത്തിച്ചു തുടങ്ങിയത്. എന്നാൽ ഈ റാറ്റിനെ കൊണ്ട് ചെയ്യിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഏറെ പരിമിതമാണ് എന്നതാണ് വാസ്തവം. ഫ്ലാപ്പുകൾ, എലിവേറ്ററുകൾ, റഡർ, എയിലറോൺ തുടങ്ങിയ വിമാനത്തിന്റെ ചലനങ്ങൾ നിയന്ത്രിക്കുന്നതിലും ലിഫ്റ്റ് കൂട്ടാൻ ഉപയോഗിക്കുന്നതുമായ ചിറകിലെയും വാലിലെയും ഭാഗങ്ങളെ ചലിപ്പിക്കുക, കോക്പിറ്റിലെ അത്യാവശ്യം ഡിസ്പ്ലേകൾക്കും കമ്മ്യൂണിക്കേഷൻ നാവിഗേഷൻ ഉപകരണങ്ങൾക്കും വൈദ്യുതി കൊടുക്കുക, ലാൻഡിംഗ് ഗിയർ ചലിപ്പിക്കുന്ന ഹൈഡ്രോളിക് സംവിധാനത്തെ പ്രവർത്തിപ്പിക്കുക, പിന്നെ കുറച്ച് ഏവിയോണിക്സ് ഉപകരണങ്ങളുടെ ജീവൻ നിലനിർത്തുക. ഇതല്ലാതെ എഞ്ചിൻ ത്രസ്റ്റ്, ലിഫ്റ്റ്, ഓട്ടോ പൈലറ്റ് സംവിധാനം തുടങ്ങി വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്യിക്കാനുള്ള ഒരു കാര്യത്തിലും ഒരു സഹായവും നൽകാൻ റാറ്റിനാവില്ല. പ്രശ്നങ്ങളുടെ കൂരിരുട്ടിൽ കുഴപ്പം കണ്ടെത്തി പരിഹരിച്ച് വിമാനം സാധാരണ മട്ടിൽ പറന്നു തുടങ്ങുന്നത് വരെയുള്ള വെറും ഒരു മെഴുകുതിരി വെളിച്ചം മാത്രമായി റാറ്റിന്റെ ദുർബലമായ ഇഴയിൽ മാത്രം പിടിച്ചു നിൽക്കുമ്പോഴാണ് പൈലറ്റുമാർ ആ മേഡേ സന്ദേശം അയക്കുന്നത്. അപ്പോൾ ഇനി ഉത്തരം കണ്ടെത്തേണ്ട ചോദ്യങ്ങൾ ഇവയാണ്. എഞ്ചിൻ ഉൾപ്പെടെ 4ഉം, എഞ്ചിൻ കൂട്ടാതെ എങ്കിൽ 3ഉം, വിമാനത്തിന്റെ ഈ ഊർജോൽപാദന സംവിധാനങ്ങളെല്ലാം ഒന്നിച്ച് പ്രവർത്തിക്കാതായത് എന്താണ്? അതും കുഴപ്പമൊന്നുമില്ലാതെ റൺവേയിലൂടെ ഓടി പറന്നുയർന്ന മിനിറ്റുകൾക്കകം. ലിഫ്റ്റും വേഗവും കുറയ്ക്കുന്ന തരത്തിൽ വിമാനത്തിന്റെ ഫ്ലാപ്പുകൾ നേരെയാക്കുകയും ചക്രം ഉയർത്താതിരിക്കുകയും ചെയ്തത് ഏത് സാഹചര്യത്തിലാണ്? ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് അന്ന് രാവിലെ എത്തിയ ഈ വിമാനത്തിലെ ഇൻഫ്ലൈറ്റ് എന്റർടൈൻമെന്റ് സംവിധാനം പ്രവർത്തിച്ചിരുന്നില്ലെന്നും AC-യുടെ പ്രവർത്തനത്തിൽ തകരാറുണ്ടായിരുന്നുവെന്നും യാത്രക്കാർ പറഞ്ഞിരുന്നതായി വാർത്തകളിലുണ്ട്. ആ വൈദ്യുതി തകരാറും അപകട നേരം ഉണ്ടായി എന്ന് കരുതേണ്ട ആകെയുള്ള വൈദ്യുതി വിച്ഛേദനവും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. എഞ്ചിൻ നിലയ്ക്കുന്നത് കൊണ്ട് മാത്രം ഫ്ലൈറ്റിലെ ആ പ്രശ്ന പരമ്പര ഉണ്ടാവില്ല എന്ന കാര്യം നിലനിൽക്കെ തന്നെ എഞ്ചിൻ നിലച്ചിരുന്നു എന്ന സാധ്യതയും അന്വേഷിക്കപ്പെടാം. വിമാനത്തിൽ നിറച്ച ഇന്ധനത്തിന്റെ ഗുണനിലവാരം, ചിറകിനുള്ളിലെ ഇന്ധനശേഖരത്തിൽ നിന്ന് എഞ്ചിനിലേക്ക് പോകുന്ന പൈപ്പുകളിൽ തടസ്സമുണ്ടായിരുന്നോ എന്നിവ അടക്കമുള്ള കാര്യങ്ങൾക്ക് ഇനി ഉത്തരം കണ്ടെത്തണം.